നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നിങ്ങളൊരു +2 ഡിഗ്രിയോ ഒക്കെ കഴിഞ്ഞവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സുന്ദരം പ്രോഗ്രാം ഞാൻ പരിചയപ്പെടുത്താം. വിദേശത്ത് സൗജന്യമായിട്ട് പഠിക്കുന്നതിനുള്ള ഒരു അവസരമാണ്. പഠനം സൗജന്യമാണ് എന്ന് മാത്രവുമല്ല, ഓരോ മാസവും 1,00,000 രൂപ ഇങ്ങോട്ട് ലഭിക്കുകയും ചെയ്യും. ഏതാണ്ട് 3 വർഷത്തെ ഈ പ്രോഗ്രാം പൂർത്തീകരിക്കുമ്പോൾ സ്റ്റൈഫൻഡ് എന്ന നിലയിൽ ഏതാണ്ട് 36 ലക്ഷം രൂപ നിങ്ങൾക്ക് ടോട്ടൽ ഇങ്ങോട്ട് ലഭിക്കുന്ന ഒരു പ്രോഗ്രാം. അതിനുശേഷം നേരിട്ട് ജോലിയിലേക്ക് എത്താം. ആ സമയത്ത് 3 മുതൽ 4 ലക്ഷം രൂപ വരെ പ്രാരംഭ ശമ്പളം ലഭ്യമാകും. ആ രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തുടരാം എന്ന് മാത്രവുമല്ല, വർക്ക് പെർമിറ്റ് കിട്ടിയിട്ട് ഒരു 3 കൊല്ലം കൊണ്ടൊക്കെ പെർമനന്റ് റെസിഡൻസിലേക്ക് എത്തുന്ന പ്രോഗ്രാം, അതായത് സ്ഥിരതാമസമാക്കുവാൻ കഴിയും. 5 കൊല്ലങ്ങൾ കൊണ്ട് സിറ്റിസൺഷിപ്പ് വരെ എത്തുവാനുള്ള ഒരു അവസരം, ഒരു കിടിലൻ അവസരമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ അവസരം മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. എന്തിനാണ് ആ രാജ്യം 36 ലക്ഷം രൂപ ഇങ്ങോട്ട് തന്ന് നമ്മളെ സൗജന്യമായിട്ട് പഠിപ്പിച്ച് അവിടെ ജോലിക്ക് എടുക്കുന്നത്? ആർക്കായിരിക്കും ഇതിന് എലിജിബിലിറ്റി? അല്ലെങ്കിൽ എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം, കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കുവാൻ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. സൗജന്യ പഠനത്തോടൊപ്പം പ്രതിമാസം 1,00,000 രൂപ സ്റ്റൈഫൻഡായിട്ട് ഇങ്ങോട്ട് നൽകിക്കൊണ്ട് നമ്മളെ എടുക്കുന്ന ഈ ഒരു പ്രോഗ്രാം അത് ലഭ്യമായിരിക്കുന്നത് ജർമ്മനിയിലാണ്. ഈ പ്രോഗ്രാം എന്താണ് എന്ന് സൂചിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ജർമ്മനിയിലെ അവസരങ്ങൾ ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. ജർമ്മനിയിലേക്ക് ഈ പ്രോഗ്രാമിൽ എത്തുന്നതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂറോപ്പിൽ പഠിക്കാം എന്നുള്ളതാണ്. യൂറോപ്പ് എഡ്യൂക്കേറ്റഡ് അല്ലെ US എഡ്യൂക്കേറ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെതായ ഒരു ഡിഗ്നിറ്റി തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു യൂറോപ്പ് എഡ്യൂക്കേറ്റഡ് എന്നുള്ള ഒരു അവസരത്തിലേക്ക് എത്തുവാനായിട്ട് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കഴിയും. എന്ന് മാത്രവുമല്ല, ജർമ്മനി വളരെ വേഗം വളരുന്ന ഒരു എക്കണോമിയാണ്, ഒരു സാമ്പത്തിക ശക്തിയാണ്. ലോകത്തിലെ തന്നെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് എന്ന് മാത്രവുമല്ല, യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ജർമ്മനി എന്നുള്ളത്. ഈ വർഷമൊക്കെ ജർമ്മനിയുടെ വളർച്ച ഒരല്പം തളർച്ചയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പൊതുവെ ജർമ്മനി ഒരു വലിയ ഒരു സാമ്പത്തിക ശക്തിയാണ് എന്ന് മാത്രവുമല്ല, ഒരു മാനുഫാക്ചറിങ് അല്ലെ ടെക്നോളജി ഹബ്ബാണ്. നമ്മുടെ നേരത്ത് കാണുന്ന പല വാഹനങ്ങളും, ഉദാഹരണത്തിന് BMW, ബെൻസ് അല്ലെങ്കിൽ ഓഡി, പോഷെ, ഇതൊക്കെ നമുക്കറിയാം ജർമ്മൻ വാഹനങ്ങളാണ്. വലിയൊരു മാനുഫാക്ചറിങ് ടെക്നോളജി ഹബ്ബാണ്. ഒത്തിരി അവസരങ്ങൾ അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് ലഭ്യമാണ്. എന്ന് മാത്രവുമല്ല, അവിടെ ഒരു ഷോർട്ടേജ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സിൻ്റെ, മനുഷ്യ വിഭവശേഷിയുടെ ഒരു വലിയ ഷോർട്ടേജ് ഉണ്ട്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, പൊതുവെ ഈ യൂറോപ്പിലെ രാജ്യങ്ങളിലൊക്കെ വാർദ്ധക്യമുള്ളവരാണ് കൂടുതൽ, ഏജിങ് പോപ്പുലേഷനാണ് അവിടെ കൂടുതൽ. പ്രത്യേകിച്ച് ജർമ്മനിയെക്കുറിച്ച് പറയുന്നത് ലോകത്തെ തന്നെ 5 സൂപ്പർ ഏജ് കമ്മ്യൂണിറ്റികളിൽ ഒന്നാണ് ജർമ്മനി എന്നുള്ളതാണ്. അതായത് വാർദ്ധക്യം കാരണം ജോലി ചെയ്യുവാനായിട്ട് ഉള്ളവരുടെ വിഭവശേഷി വളരെ കുറവുള്ള 5 രാജ്യങ്ങളിൽ ഒന്നാണ് ജർമ്മനി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെയൊക്കെ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വലിയ യുവത്വമുള്ള, ജോലി ചെയ്യാൻ കഴിവുള്ള, പ്രാപ്തിയുള്ളവരെ ആ രാജ്യത്ത് വലിയ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ 36 ലക്ഷം രൂപ ഇങ്ങോട്ട് തന്നുകൊണ്ട് ആ രാജ്യം നമ്മളുടെ നാട്ടിൽ നിന്ന് ആളുകളെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പം ഓർക്കുക, ജർമ്മനിയുടെ ഷോർട്ടേജ് ഓഫ് ലേബർ അല്ലെ വർക്കിംഗ് പോപ്പുലേഷൻ, ഹ്യൂമൻ റിസോഴ്സിലൊക്കെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മികച്ച സ്കീമുകളിലൂടെ നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് മാത്രമല്ല, രാജ്യത്തൊക്കെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ, അവിടെ താമസമാക്കി കഴിഞ്ഞാൽ വളരെ മികച്ച സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകൾ നിങ്ങൾക്ക് ലഭ്യമാകും. 1-2 ഉദാഹരണം ഞാൻ പറയാം. അവിടെ നമ്മളുടെ കുട്ടികളെ നമ്മൾ വളർത്തുന്നതിന് ഗവൺമെൻറ് എനിക്ക് തോന്നുന്നു പ്രതിമാസം ഏതാണ്ട് 250 യൂറോ ഇങ്ങോട്ട് തരും. ഓരോ മാസവും തരും, 18 വയസ്സ് വരെ കുട്ടികളെ വളർത്തുന്നതിന്. അതുമാത്രമല്ല, അവിടുത്തെ ഹെൽത്ത് കെയർ ഒക്കെ സൗജന്യമാണ്, പെൻഷൻ പോലെയുള്ള ആനുകൂല്യങ്ങൾ. അപ്പോൾ വളരെ മികച്ച സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ആ രാജ്യത്ത് ലഭ്യമാണ്. അതുമാത്രമല്ല, നമ്മൾ ഈ ഷെങ്കൻ വിസയിലായതുകൊണ്ട് തന്നെ, ഷെങ്കൻ വിസയുടെ ഒരു പ്രത്യേകത ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഏതാണ്ട് 29ഓളം യൂറോപ്യൻ രാജ്യങ്ങളിൽ യഥേഷ്ടം നിങ്ങൾക്ക് മൂവ് അറൗണ്ട് ചെയ്യുന്നതിനൊക്കെ കഴിയും. ഈവൻ ജോലി തേടുന്നതിന് വരെ അവസരങ്ങളുണ്ട്. ഞാനൊക്കെ ജർമ്മനിയിൽ അല്ലെങ്കിൽ ഈ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ കടക്കുന്ന പോലും അറിയത്തില്ല. വളരെ മനോഹരമായ ഒരു രാജ്യമാണ് ജർമ്മനി എന്ന്. വളരെ പെട്ടെന്ന് പെർമനന്റ് റെസിഡൻസിലേക്കും സിറ്റിസൺഷിപ്പിലേക്കും ഒക്കെ ആ രാജ്യത്ത് എത്താനായിട്ട് കഴിയും. വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ്
PR അവസരങ്ങളുള്ള രാജ്യമാണ് ജർമ്മനി എന്നത്. ഒരു 28 മാസം അല്ലെങ്കിൽ ഒരു 3 വർഷം കൊണ്ട് PR-ലേക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയിട്ട് ഒരു PR-ലേക്ക് എത്തുവാനും ഒരു 5 കൊല്ലങ്ങൾ കൊണ്ടൊക്കെ സിറ്റിസൺഷിപ്പിലേക്കൊക്കെ എത്തുവാനായിട്ട് ഈ ജർമ്മനിയിൽ അവസരമുണ്ട്. അപ്പോൾ പല റീസണുകൾ കൊണ്ട് വളരെ ആകർഷകമായ ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ജർമ്മനി എന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ കേട്ട് കാണും UK-യിലും കാനഡയിലും ഒക്കെ കുട്ടികളുടെ ഒഴുക്ക് ചില പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികളും ഇപ്പോൾ ജർമ്മനി പോലെയുള്ള യൂറോപ്യൻ അവസരങ്ങളാണ് തേടുന്നത്. അപ്പോൾ ആ ജർമ്മനിയിലേക്ക് മൂവ് ചെയ്യുന്നതിനുള്ള ഒരു അവസരമാണ് ഇനി ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ആ പ്രോഗ്രാം എന്താണ് എന്ന് മനസ്സിലാക്കാം. പ്രോഗ്രാമിന്റെ പേര് ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓസ്ബിൽഡം. അതിനെ കൃത്യമായിട്ട് ജർമ്മനിയിൽ ഓസ്ബിൽഡം അങ്ങനെ എന്തൊക്കെയാണ് അവർ വിളിക്കുന്നത്. ഏതായാലും നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഓസ്ബിൽഡം എന്ന് നമുക്ക് അതിനെ വിളിക്കാം. അതിന്റെ സ്പെല്ലിംഗ് ഇവിടെ എഴുതിയേക്കുന്ന കറക്റ്റ് ആണ്. എന്താണ് ഈ ഒരു പ്രോഗ്രാം? ഇതിന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എടുത്താൽ ഒരു അപ്രന്റീസ്ഷിപ്പ് എന്ന് വേണമെങ്കിൽ കാണാനായിട്ട് പറ്റും. ഇതൊരു വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതായത് നിങ്ങൾ പഠനത്തോടൊപ്പം തന്നെ ജോലി ചെയ്ത് പരിശീലിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ വെറുതെ പഠിക്കുകയല്ല, പഠനത്തോടൊപ്പം നിങ്ങൾ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പരിശീലിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഓസ്ബിൽഡം എന്ന് അറിയപ്പെടുന്നത്. അപ്പം സ്റ്റഡി ഉണ്ട്, അതിനോടൊപ്പം ജോലി ചെയ്യുന്നുണ്ട്. ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റൈഫ് എന്ന നിലയിലാണ് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് അവർ പണം നൽകുന്നത്. അപ്പോൾ ഈ ഓസ്ബിൽഡിങ്ങിൻ്റെ പൊതുവേ ഉള്ള എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. +2 ഏത് സ്ട്രീമിൽ കഴിഞ്ഞവർക്കും ഇതിന് അപേക്ഷിക്കാം. സയൻസ് ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. എന്ന് മാത്രമല്ല, ഒരു 60% ഒക്കെയാണ് ആവറേജ് മാർക്ക്. ചില കേസുകളിൽ 55% ഒക്കെ കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 60% മേലെയുള്ളവർക്ക് അപേക്ഷിക്കാം. അല്ലെ ഡിഗ്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. ഡിഗ്രി ഏത് സ്ട്രീമിൽ അല്ലെങ്കിൽ ഏത് ബ്രാഞ്ചിൽ ഏത് സബ്ജക്റ്റ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മിനിമം എലിജിബിലിറ്റി എന്നുള്ളത്. ഇനി ഈ ഓസ്ബിൽഡം എന്നുള്ള പ്രോഗ്രാമും പല മേഖലകളിലും ലഭ്യമാണ്. ഉദാഹരണത്തിന് ഹോട്ടൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റാലിറ്റി, ഫുഡ് ടെക്നോളജി, മെക്കട്രോണിക്സ്, അതല്ലെങ്കിൽ സെയിൽസ്, ബാങ്കിങ് അസിസ്റ്റന്റ്, വെയർ ഹൗസിംഗ് അസിസ്റ്റന്റ്, ഇങ്ങനെ ഒത്തിരി മേഖലകളിൽ ഓസ്ബിൽഡം ഉണ്ട്. എന്നാൽ ഇതിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് നേഴ്സിംഗ് ആണ്. കാരണം ആ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് ഉള്ള നേഴ്സുമാരെയാണ്. പ്രത്യേകിച്ച് ഈ കൊറോണ ഒക്കെ വന്നപ്പോൾ നമ്മൾ മനസ്സിലായി ജർമ്മനിയിലൊക്കെ നേഴ്സുമാരുടെ വലിയ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓസ്ബിൽഡം പ്രോഗ്രാമിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടും ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളതും നേഴ്സിംഗ് ഓസ്ബിൽഡം ആണ്. അവിടെയാണ് നിങ്ങൾക്ക് ഈ 1 ലക്ഷം മുതൽ 1.25 ലക്ഷം രൂപ വരെ, കൃത്യം ഇന്ത്യൻ റുപ്പീസിലേക്ക് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞാണ് 1.25 ലക്ഷം രൂപ വരെ പ്രതിമാസം സ്റ്റൈഫൻഡ് ലഭിക്കുക. മറ്റു മേഖലകളിലൊക്കെ സ്റ്റൈഫൻഡ് ലഭിക്കും, പക്ഷെ ഒരുപക്ഷെ ഇത്രയും സ്റ്റൈഫൻഡ് കിട്ടി എന്ന് വരത്തില്ല. അതുപോലെ ചില മേഖലകളിൽ ഈ +2 ഇല്ലെങ്കിൽ 10ാം ക്ലാസ്സുകാർക്ക് വരെയും ഈ ഓസ്ബിൽഡം പ്രോഗ്രാമിനൊക്കെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പം നേഴ്സിംഗ് ആണ് ഏറ്റവും പോപ്പുലർ എന്ന് പറഞ്ഞു. നേഴ്സിംഗിന്റെ 3 ഇയർ ആണ് ഓസ്ബിൽഡം പ്രോഗ്രാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു ഡിപ്ലോമ പ്രോഗ്രാമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 കൊല്ലം കൂടെ എക്സ്ട്രാ സ്പെൻഡ് ചെയ്താൽ BSc നേഴ്സിംഗ് എന്ന അവസരങ്ങളിലേക്ക് എത്താം. അതല്ലെങ്കിൽ ഒരു 5 കൊല്ലമൊക്കെ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ഒരുപക്ഷെ ഒരു MBBS വരെ ലെവലിലേക്ക് വരെ പോകുവാനായിട്ട് അവസരമുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പഠനം സൗജന്യമാണ്. അതേപോലെ ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നതാണ് 1 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് പ്രതിമാസം സ്റ്റൈഫൻഡ് ആയിട്ട് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ 3 ഇയറിൻ്റെ ഈ പ്രോഗ്രാം തീരുമ്പോൾ ഏതാണ്ട് 36 ലക്ഷം രൂപയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതിൽ തന്നെ ചില എക്സ്പെൻസ് ഒക്കെ, ഒരു ഉദാഹരണത്തിന് അവിടെ ടാക്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 1 ലക്ഷവും നമ്മുടെ കയ്യിൽ കിട്ടണമെന്നില്ല. എന്നാലും ഈ സ്റ്റൈഫൻഡ് എന്ന നിലയിൽ ഓരോ മാസവും 1 ലക്ഷം വെച്ചിട്ട് 3 വർഷം കൊണ്ട് 36 ലക്ഷം രൂപ നമുക്ക് സമ്പാദിക്കാം. പഠനത്തിന് ശേഷം നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്തുകയും ചെയ്യാം. അപ്പോൾ ചിലർ ചോദിക്കും ഇതിന് പഠനത്തിന് ശേഷം ജോലി കിട്ടുമോ എന്ന്. അതിനുള്ളൊരു ഒത്തിരി ഇത് മാത്രമാണ്, നിങ്ങളെ 36 ലക്ഷം രൂപ ഇങ്ങോട്ട് തന്നാണ് ആ രാജ്യം നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ജോലി ചെയ്യാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പഠനം നിങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താം. ആ സമയത്ത് മിനിമം ഒരു 3 ലക്ഷം രൂപ പ്രതിമാസ ശമ്പളത്തിൽ ജോലി ചെയ്യുവാനായിട്ട് കഴിയും. ജർമ്മനിയിൽ മാത്രമല്ല, ഈ ജർമ്മൻ സംസാരിക്കുന്ന പല രാജ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ. എന്തിനാ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഷെങ്കനിൽ ഏതാണ്ട് 29ഓളം രാജ്യങ്ങളിലുണ്ട്. ഇവിടുത്തെയൊക്കെ അവസരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തുവാനായിട്ട് കഴിയും. പിന്നെ സാധാരണഗതിയിൽ ഈ ജർമ്മനി പോകുമ്പോൾ ഒരു ബ്ലോക്ക്ഡ് എമൗണ്ട് കാണിക്കേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് ജർമ്മനിയിൽ നിങ്ങൾ PG ഒക്കെ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ഒരു 10 ലക്ഷം രൂപയോളം അക്കൗണ്ടിൽ കാണിക്കണമെന്ന് അവർ പറയുന്നുണ്ട്. അത് അവർക്ക് നൽകേണ്ട, നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടാൽ മതി.
എന്നിട്ട് ഓരോ മാസവും അതിൻ്റെ ഒരു 8-8.5% അവർ തിരിച്ച് നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു വർഷം കൊണ്ട് ആ പണം നമുക്ക് തിരികെ നൽകും. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ജർമ്മനിയിൽ നമ്മുടെ ചെലവുകൾക്ക് വേണ്ടിയാണ് അവർ ഈ ബ്ലോക്ക്ഡ് ആയിട്ട് ഈ എമൗണ്ട് അവിടെ ഇടണം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ സ്റ്റൈഫൻഡ് ഉള്ളതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു വർക്ക് പെർമിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ബ്ലോക്ക്ഡ് എമൗണ്ട് ഒന്നും കാണിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ എന്തുകൊണ്ടും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു 3 കൊല്ലങ്ങൾ കൊണ്ട് ഈ വർക്ക് പെർമിറ്റ് കിട്ടി, ഒരു 3 കൊല്ലങ്ങൾ കൊണ്ട് പെർമനന്റ് റെസിഡൻസിലേക്കും ഒരു 5 കൊല്ലം കൊണ്ട് സിറ്റിസൺഷിപ്പിലേക്കും ഒക്കെ എത്തുവാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഓസ്ബിൽഡം എന്നുള്ളത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, മിനിമം +2 ഏത് സ്ട്രീമിൽ കഴിഞ്ഞവർക്ക് ഒരു 60% ഒക്കെ മാർക്ക് ഉണ്ടെങ്കിൽ ഈ അവസരങ്ങളിലേക്ക് എത്താം. 3 വർഷത്തെ പഠനമാണ്, പഠനം സൗജന്യമാണ് എന്ന് മാത്രമല്ല പ്രതിമാസം 1 ലക്ഷം രൂപ ഇങ്ങോട്ട് സ്റ്റൈഫൻഡായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് 3 കൊല്ലം കൊണ്ട് 36 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഓസ്ബിൽഡം പ്രോഗ്രാം. ഇത് നേഴ്സിംഗ് ആണ് ഏറ്റവും പോപ്പുലർ, എന്നാൽ മറ്റു മേഖലകളിലും ഉണ്ട് എന്നറിയുക. അങ്ങനെ താല്പര്യമുള്ളവർക്ക് IT ഉൾപ്പെടെയുള്ള മറ്റ് അവസരങ്ങളിലേക്കും എത്തുവാനായിട്ട്. ഇനി ഇതിൻ്റെ ഒരു കമ്പാരിസൺ നിങ്ങളെ ഒന്ന് സൂചിപ്പിക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഓസ്ബിൽഡിങ്ങിൽ നേഴ്സിംഗ് ആണ് ഓപ്റ്റ് ചെയ്യുന്നതെന്ന് കരുതുക. ഒരു +2 സ്റ്റുഡൻ്റ് ആണെന്ന് കരുതുക. +2 കഴിഞ്ഞിട്ട് നിങ്ങൾ നാട്ടിൽ ഒരു BSc നേഴ്സിങ്ങിന് പോകുന്നു. നമുക്കറിയാം നാട്ടിൽ BSc നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ 4 ഇയർ പ്രോഗ്രാമാണ്. അതും ഈ ഒരു ഓസ്ബിൽഡിങ്ങുമായിട്ട് ഞാനൊരു കമ്പാരിസൺ ഇവിടെ ഒന്ന് നടത്തി കാണിക്കാം. നാട്ടിൽ നിങ്ങൾ 4 വർഷം സ്പെൻഡ് ചെയ്യുന്നു, ഇവിടെ നിങ്ങൾ 3 വർഷം സ്പെൻഡ് ചെയ്താൽ മതിയാവും. നാട്ടിൽ നിങ്ങൾക്ക് ഒരു BSc നേഴ്സിംഗ് ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എത്ര ലക്ഷം, ഒരു മിനിമം ഒരു 10 ലക്ഷം മുതൽ മേളിലേക്ക് ചിലവാകും അല്ലേ. 10, 20, 25 ഒക്കെ ചിലവാകുന്നതുണ്ട് ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ. എന്നാൽ ഇവിടെ പഠനം പൂർണ്ണമായിട്ടും സൗജന്യമാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ അട്രാക്ഷൻ. മൂന്നാമത്തെ അട്രാക്ഷൻ, ഇവിടെ നമ്മൾ 4 കൊല്ലം പഠിക്കുമ്പോഴും ചിലവ് വരുന്നുണ്ട്, എന്നാൽ ഇങ്ങോട്ടൊരു വരുമാനവുമില്ല. എന്നാൽ അവിടെ ചിലവില്ല എന്ന് മാത്രവുമല്ല, സൗജന്യമാണ് എന്ന് മാത്രവുമല്ല, പ്രതിമാസം 1 ലക്ഷം രൂപ എന്ന നിലയിൽ ഒരു 3 വർഷം കൊണ്ട് ഒരു 36 ലക്ഷം രൂപ ഇങ്ങോട്ട് നേടുകയും ചെയ്യാം. ഇനി 4 കൊല്ലം കഴിയുമ്പോൾ ഇവിടെ ഒരു BSc നേഴ്സ് ആകാം, പിന്നെ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴും എക്സ്പീരിയൻസ് ഒന്നുമില്ല. എന്നാൽ അവിടെ 4 കൊല്ലം കഴിയുമ്പോൾ 4 ഇയേഴ്സ് എക്സ്പീരിയൻസ്ഡ് ഇൻ ജർമ്മനി എന്ന ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ കഴിയുകയും ചെയ്യും. ഇവിടെ 4 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ജോലി തിരക്കേണ്ടതായിട്ട് വരും. അവിടെ ഈ ഓസ്ബിൽഡിങ് 3 കൊല്ലം കൊണ്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താം. ജോബ് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അടുത്ത കാര്യം, ഇവിടെ നമുക്കറിയാം ഒരു നേഴ്സിംഗുകാർക്ക് കിട്ടുന്ന ശമ്പളം അല്ലേ, ഒരു BSc നേഴ്സിംഗ് കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാൻ തുടങ്ങിയാൽ വളരെ തുച്ഛമായ ഒരു ശമ്പളമേ കിട്ടത്തുള്ളൂ. എന്നാൽ ഇവിടെ നമ്മൾ 1 വർഷം കൊണ്ട് ഉണ്ടാക്കുന്നത് അതിൽ കൂടുതൽ അവിടെ 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ശമ്പളത്തിലൂടെ നേടുവാനായിട്ട് കഴിയും. അപ്പോൾ ഓർക്കുക, ടാക്സ് പോലെയുള്ള എക്സ്പെൻസുകൾ വരും. ഡെഫിനറ്റ്ലി ആ രാജ്യത്ത് നിൽക്കുന്നതിൻ്റെ ചിലവുകളൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്നാലും ഇത്രയും വരുമാനം കിട്ടും എന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവിടുത്തെ പഠനം കൂടുതലും തിയറിറ്റിക്കലാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ജർമ്മനിയിൽ ഇവിടെ പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലായിട്ട് പഠിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. അതിലൊക്കെ ഉപരി നിങ്ങൾ ജർമ്മനിയിലാണ് പഠിക്കുന്നത് എന്നതിനാൽ തന്നെ പിന്നെ നിങ്ങൾക്ക് ആ രാജ്യത്തെ ഒരു എക്സാമിനേഷൻ ഇല്ലാതെ അവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് നിങ്ങൾ വിദേശത്തേക്ക് പോയാൽ അവിടെ നിങ്ങൾക്ക് ചില എക്സാമിനേഷൻ എഴുതിയാൽ മാത്രമേ ആ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു നേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം പല കാരണങ്ങൾ കൊണ്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള നേഴ്സിംഗ് ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഉള്ളൊരു കമ്പാരിസൺ ആണ് ഞാൻ കാണിച്ചത്. അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ടും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഓസ്ബിൽഡം എന്നുള്ളത്. ഇനി ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഇതിനകത്തെ ഒരു ബുദ്ധിമുട്ടുകൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജർമ്മൻ പഠിക്കണം. അത് നേഴ്സിംഗ് മാത്രമല്ല, എല്ലാ ഓസ്ബിൽഡിങ്ങിനും ജർമ്മൻ ലാംഗ്വേജ് അറിയണം. ജർമ്മൻ ലാംഗ്വേജ് അറിയുക എന്ന് മാത്രമല്ല, ജർമ്മൻ ലാംഗ്വേജിലെ പ്രൊഫഷൻസി ടെസ്റ്റുകളുണ്ട്. അത് A1, A2, B1, B2 ഈ 4 ലെവല് ക്ലിയർ ചെയ്യുകയും വേണം. A1 ആണ് ഏറ്റവും സിമ്പിൾ, പിന്നെ A2, പിന്നെ B1, B2. അതിൽ B2ൻ്റെ ഒരു എക്സാമിനേഷൻ ഉണ്ട്, അത് ക്ലിയർ ചെയ്യുകയും വേണം. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ അവസരങ്ങളിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പം ജർമ്മൻ പഠിക്കണം. ജർമ്മൻ പഠിക്കുവാനായിട്ട് ഈ B2 ലെവൽ വരെ പഠിക്കുവാൻ ഒരു ഏകദേശം 6 മാസം മുതൽ ഒരു 8 മാസം വരെ എടുക്കും. 5 മാസം കൊണ്ട് B2 നേടിയ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. 10 മാസവും 12 മാസവും ഒക്കെ എടുത്ത കുട്ടികളെ കണ്ടിട്ടുണ്ട്. 12 മാസം എടുത്തിട്ട് കിട്ടാത്ത പിള്ളേരെയും ഞാൻ കണ്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് ആഞ്ഞ് ശ്രമിച്ചാൽ ഒരു 6-8 മാസങ്ങൾ കൊണ്ട് ഈ ജർമ്മൻ പഠിച്ച് B2 ലെവൽ എക്സാമിനേഷൻ പാസ്സാകാനായിട്ട് കഴിയും. ഈ എക്സാമിനേഷൻ നടത്തുന്നത് കുറേ ഏജൻസികളുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ജർമ്മൻ ഏജൻസികളുണ്ട്. ഉദാഹരണത്തിന് ഗോയിത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലും ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്. അല്ലെ ഇവിടെ നിങ്ങൾ ഇട്ടേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും OSD,
ടെൽക്ക്, ECL, ഇവരൊക്കെ ഈ ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇവരുടെ ഏതെങ്കിലുമൊക്കെ ഒരു എക്സാം എഴുതി B2 ലെവൽ നിങ്ങൾ ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാമിന് എലിജിബിളായി. പിന്നീട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ ജർമ്മൻ സ്പോൺസേഴ്സ് ഉണ്ട്, എംപ്ലോയേഴ്സ് ഉണ്ട്, അവർ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യും. ഓൺലൈനിലൂടെ ആയിരിക്കും ഈ ഇൻ്റർവ്യൂ. ഒരു 10-15 മിനിറ്റിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. ഈ ഇൻ്റർവ്യൂവും കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രാജ്യത്തെ അവസരങ്ങളിലേക്ക് എത്തുവാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ആ ഒരു പ്രോസസ്സ് എന്നുള്ളത്. അപ്പോൾ അവിടെ എന്താ വേണ്ടത്? ജർമ്മൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിങ്ങൾക്ക് നേടുവാൻ കഴിഞ്ഞാൽ ഈ അവസരങ്ങളിലേക്ക്, ഈ വളരെ മികച്ച അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. ഇനി ജർമ്മൻ പഠിക്കുവാനായിട്ട് പറ്റുന്ന ഒരു സ്ഥാപനത്തെ കൂടി ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ആ സ്ഥാപനത്തിൻ്റെ പേര് ഗോഡ്സോൺ ഫോറിൻ സ്റ്റഡീസ് എന്നുള്ളതാണ്. ഇവരുടെ ഈ ഒരു സെൻറ്റർ ഞാൻ കഴിഞ്ഞ ദിവസം വിസിറ്റ് ചെയ്യുകയുണ്ടായി. ഒട്ടനവധി കുട്ടികൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നു. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഈ മേഖലയിലെ ഒരു സ്ഥാപനമാണ് ജർമ്മൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, അവർക്ക് കോഴിക്കോട്, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം, തൃശ്ശൂർ, അതുകൂടാതെ ദുബായ്, ഖത്തർ, സൗദി അറേബ്യയിലൊക്കെ പ്രവർത്തനങ്ങളുണ്ട്. ജർമ്മനിയിൽ അവർക്ക് ഓഫീസുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ്. ഒട്ടനവധി കുട്ടികൾ ഇവരിലൂടെ തന്നെ ഓൾറെഡി ഈ വിദേശ അങ്ങനെയുള്ള പല കുട്ടികളെയും ഞാൻ ഓൺലൈനിലൂടെയൊക്കെ പരിചയപ്പെടുകയുണ്ടായി. വിദേശ അവസരങ്ങളിലേക്ക് എത്തി. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കുറേ കുട്ടികളുടെയൊക്കെ ചിത്രങ്ങൾ, ഇവർ വഴി ഈ അവസരങ്ങളിലേക്ക് എത്തിയ കുട്ടികളുടെ ചിത്രങ്ങൾ. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് ഈ ഗോഡ്സോൺ എന്നുള്ളത്. അവരെന്തൊക്കെയാണ് അവർ നൽകുക എന്നും കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം. ഇവർ നൽകുന്നത് ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ട്. അതായത് ജർമ്മൻ ലാംഗ്വേജിൽ വേണ്ട ട്രെയിനിങ് തരും. അതായത് ലാംഗ്വേജ് മാത്രമല്ല, ജർമ്മൻ കൾച്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രെയിനിങ് ഉണ്ട്. ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് ആണ്. അവരുടെ ഈ സെൻറ്ററുകളിൽ പോയി നിന്ന് പഠിക്കേണ്ട ഒരു പ്രോഗ്രാമാണ് ഇവരുടേത്. അപ്പോൾ അങ്ങനെയുള്ള ലാംഗ്വേജ് ട്രെയിനിങ് തരും. ലാംഗ്വേജ് ട്രെയിനിങ് തന്ന് ഈ B2 ലെവലിലേക്ക് വരെ നിങ്ങളെ പ്രാപ്തരാക്കും. എന്ന് മാത്രമല്ല, ഈ B2 ലെവൽ എക്സാമിനേഷൻ എഴുതുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഇവർ ചെയ്തു തരും. മോക്ക് എക്സാമിനേഷനൊക്കെ നൽകിക്കൊണ്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും. എന്ന് മാത്രമല്ല, ഈ എക്സാമിനേഷൻ സെൻറ്റർ പലപ്പോഴും നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ ഉണ്ടെന്ന് സൂചിപ്പിച്ചു. എന്നാൽ പലപ്പോഴും സ്ലോട്ട് കിട്ടാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂരിലോട്ടോ ചെന്നൈയിലോ ഹൈദരാബാദോ ഒക്കെ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനൊക്കെ വേണ്ട സൗകര്യങ്ങൾ നിങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, എക്സാം എഴുതിപ്പിക്കുക, അതുവരെയുള്ള സേവനങ്ങൾ ഇവർ നൽകും. ഇപ്പോൾ ട്രെയിനിങ് ഉണ്ട്, എക്സാമിനേഷന് വേണ്ട സേവനങ്ങൾ തരും. അതുകൊണ്ട് മാത്രമല്ല, ഇത് കഴിഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചു, നിങ്ങൾക്ക് ജർമ്മനിയിലെ ഒരു എംപ്ലോയറുമായിട്ട് ഇൻ്റർവ്യൂ നടത്തി വേണം ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്താൻ. അപ്പോൾ അതിന് വേണ്ട സേവനങ്ങൾ ജർമ്മനിയിലെ എംപ്ലോയേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്യുക, ഇൻ്റർവ്യൂവിന് വേണ്ട മോക്ക് ഇൻ്റർവ്യൂകൾ അറേഞ്ച് ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തു നൽകും. അപ്പോൾ ജർമ്മനിയിലെ അഡ്മിഷന് വേണ്ട കാര്യങ്ങൾ, പിന്നീട് ജർമ്മനിയിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങൾ, ഉദാഹരണത്തിന് നിങ്ങളുടെ ടിക്കറ്റ് ഇത് ചെയ്യുക, വിസ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ജർമ്മനിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതിൻ്റെ അറ്റസ്റ്റേഷന്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഇവർ ചെയ്യും. ട്രാവൽ അസിസ്റ്റൻസ് ഉണ്ട്. പിന്നീട് ജർമ്മനിയിൽ ചെന്നാൽ അവിടെ വേണ്ട കാര്യങ്ങൾ, അതിനാണ് ഇവർ ജർമ്മനിയിൽ ഓഫീസ് ഇട്ടേക്കുന്നത്. നിങ്ങളെ പിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളെ താമസ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനത്തെയുള്ള ഒരു സ്ഥാപനമാണ് ഈ ഗോഡ്സോൺ എന്നുള്ളത്. അപ്പം താല്പര്യമുള്ളവർക്ക് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഒരു ലിങ്ക് നൽകിയേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് നിങ്ങളെ വിളിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ നൽകാം എന്നാണ് ഇവരെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു അവസരം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇവർ വഴി പോയ ഒട്ടനവധി കുട്ടികളെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ജർമ്മനിയിൽ ചെന്ന പല കുട്ടികളെയും ഞാൻ പരിചയപ്പെടുകയൊക്കെ ഉണ്ടായി. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഞാൻ മനസ്സിലാക്കിയ ഒരു അവസരം, അതിനെ പഠിക്കുവാൻ പറ്റുന്ന ഒരു സ്ഥാപനം ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ ഗോഡ്സോണുമൊക്കെ കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം. A to Z കാര്യങ്ങൾ, അല്ലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, തൃപ്തികരമാണെങ്കിൽ, അതേപോലെ ഈ സ്ഥാപനവും നിങ്ങൾക്ക് തൃപ്തികരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോവുക. എൻ്റെ വാക്ക് മാത്രം ഒരു റെക്കമെൻഡേഷനായിട്ടൊന്നും കരുതേണ്ടതില്ല. ഒരു അവസരം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ എഫർട്ട് എടുത്ത് കാര്യങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി, ഇവരൊക്കെയായിട്ട് സംസാരിച്ച് മനസ്സിലാക്കി താല്പര്യമുണ്ടെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോവുക. അതേപോലെ ഈ രാജ്യങ്ങളിലൊക്കെ പഠിച്ച കുട്ടികളുമായിട്ടും കൂടി ഒന്ന് സംവദിച്ച് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്പെടാൻ, പ്രത്യേകിച്ച് ഈ 10ാം ക്ലാസ് +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇനി അല്ലെ വിദേശത്ത് എങ്ങനെ അവസരങ്ങളിലേക്ക് എത്താം എന്നൊക്കെ തേടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ തൊഴിൽ അവസരങ്ങളൊക്കെ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ
അല്ലെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയൊക്കെ ജോലി തേടാം. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുണ്ട്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.